പരീക്ഷണ സമയത്ത് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇതിനെ തരണം ചെയ്തതിന് ശേഷമാണ് കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്, ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനം അതൊക്കെ എൻ്റെ സത്യമായിട്ട് പുറത്തു വന്നു. അപ്പോഴാണ് തോന്നിയ ഒരു സന്തോഷം തോന്നുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തന്റെ പാടം പരീക്ഷണശാലയാക്കിയ ഒരു കർഷകനാണ്. തന്റെ പരീക്ഷണശാലയിൽ വികസിപ്പിച്ചെടുത്ത നെൽവിത്തിന് കേന്ദ്ര സർക്കാരിന്റെ പേറ്റന്റ് നേടിയ ഒരു കർഷകനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പുലാമന്തോൾ ആലമ്പാറ സ്വദേശി ശശിധരനാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം തന്നെ ഈ ഒരു അഭിമുഖ നേരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും വലിയ ഒരു സന്തോഷത്തിന്റെ ഭാഗമാവുകയാണ്. ആദ്യമായി കേരളത്തിൽ ഒരാൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു പേറ്റന്റ് ലഭിക്കുകയാണ്. എത്ര കാലം കൊണ്ടാണ് ഈ ഒരു നെൽവിത്ത് വികസിപ്പിച്ചെടുത്തത്? 2002 തുടങ്ങിയ ഒരു പരീക്ഷയാണ്. അത് 2010 സക്സസ് ആയിട്ട് പുതിയൊരു ഇനം നെൽവിത്ത് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ 2014 രജിസ്ട്രേഷൻ കൊടുത്തു. രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്, പാറ്റൻ്റ് എന്ന് പറയാൻ പാടില്ല. പാറ്റൻ്റ് ഉപകരണങ്ങൾക്ക് മാത്രമാണ് പാറ്റൻ്റ് കൊടുക്കുക, മറ്റ് ചെടികൾക്കൊക്കെ രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ അത് മറ്റേ പ്ലാൻ വെറൈറ്റി പ്രൊട്ടക്ഷൻ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ തുടക്കം തന്നെ പറഞ്ഞു നെൽവിത്തിൻ്റെ പേര് ഗോപിക എന്നാണ്. ഈ ഒരു പേര് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? മകളുടെ പേരാണ് ഇട്ടുള്ളത്. മകളിപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് ഇന്നലെ ഇവിടെ എത്തിയിട്ടുള്ളൂ. ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. അപ്പോൾ കൃഷിയോടുള്ള താല്പര്യം കൂടിയിട്ട് ഡിപ്ലോമക്ക് ചേർന്നത്. അപ്പോൾ അതിൽ ഈ നെല്ലിന് പേര് ഇടാൻ കാരണം കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ണ് കർഷകൻ്റെ ഭാര്യ തന്നെയാണ്, രണ്ടാം ഭാര്യയായിട്ടാണ്. ഒന്നാം ഭാര്യയിൽ നമുക്ക് മക്കളുണ്ടാവണം, രണ്ടാം ഭാര്യയിൽ വിളവുകളുണ്ടാവണം, അതല്ലെങ്കിൽ പോലെ ഉൽപ്പന്നങ്ങളുണ്ടാവണം. നമുക്കൊരു വകഭേദ മുട്ടാതെ മകളെ പേര് അതിന് കൊടുത്തു. ഗോപിക എന്ന പേര് ഞാൻ ഇടുകയും ചെയ്തു. എൻ്റെ സ്വന്തം താല്പര്യത്തിൽ തന്നെയാണ് അതൊക്കെ ചെയ്തത്, മക്കളോട് ചോദിച്ചിട്ടൊന്നുമില്ല. ഇപ്പം നമ്മൾ മക്കളെ കുറിച്ച് സംസാരിച്ചു. മക്കളൊക്കെ കൃഷിയിൽ താല്പര്യമുള്ളവരാണ്, അച്ഛൻ്റെ പാത പിന്തുടരുന്നവർ തന്നെയാണോ? അഭിലാൽ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, അതിൻ്റെ താഴെയുള്ള ഒരു കുട്ടിയുണ്ട്. അതിന് മറ്റേ അക്ഷയശ്രീ പുരസ്കാരമൊക്കെ നേടിയ ആളാണ് മുമ്പ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ ബി ഫാമിനാണ് ഇവിടെ MGM കോളേജ് വളാഞ്ചേരിയാണ് പഠിക്കുന്നത്. ആളിപ്പോൾ ഇപ്രാവശ്യം എൻട്രൻസ് എഴുതിയിട്ടുണ്ട്. അഗ്രികൾച്ചറിൽ തന്നെ മാറണം എന്നുള്ളൊരു താല്പര്യത്തോട് കൂടിയിട്ട്. മറ്റവരൊക്കെ പഠിക്കുന്നത് എല്ലാവരും പഠിച്ച കുട്ടികൾ തന്നെയാണ്. എല്ലാവർക്കും അത്യാവശ്യം ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു നെൽവിത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതായത് ഉരുണ്ട് ഉള്ള അരിയാണ്, മട്ടയാണ്, പിന്നെ സ്വാദോട് കൂടിയിട്ടുള്ള അരിയാണ്. പിന്നെ കൃഷി ചെയ്യുമ്പോൾ 3 വിളവെടുക്കാം. നമുക്ക് 120 ദിവസം കൊണ്ട് ഒരു വിളവിനെ പൂർത്തീകരിക്കുക. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി, ക്വാളിറ്റി, അത് എല്ലാ തരത്തിലും മറ്റുള്ള നെല്ലുകളെക്കാട്ടിലും ഒന്നും കൂടെ മുന്നിൽ നിൽക്കാൻ കഴിവുള്ള ഒരു ഇനമാണ്. നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും അത് തിരഞ്ഞെടുക്കപ്പെടുന്നത് വലിയ പ്രധാനം തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ എത്തിയത്? പാരമ്പര്യമായ ഒരു കൃഷി കുടുംബമാണ്. എങ്ങനെയാണ് ഈ ഒരു കാർഷിക മേഖല തിരഞ്ഞെടുത്തിട്ടുള്ളത്? പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആൾ തന്നെയാണ്. അച്ഛനിൽ നിന്നൊക്കെയുള്ള ഒരുപാട് നാടൻ അറിവുകൾ, അല്ലെങ്കിൽ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക യൂണിവേഴ്സിറ്റിയുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രൊഫസർമാർക്കും അറിയാതെ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനൊരു പ്രചോദനം എനിക്ക് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പരീക്ഷണത്തിലേക്ക് ഇറങ്ങുന്നത്. പരീക്ഷണ സമയത്ത് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇതിനെ തരണം ചെയ്തതിന് ശേഷമാണ് കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്, ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനം അതൊക്കെ എൻ്റെ സത്യമായിട്ട് പുറത്തു വന്നു. അപ്പോഴാണ് തോന്നിയ ഒരു സന്തോഷം തോന്നുന്നത്. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു കേരളത്തിൽ ആദ്യമായിട്ടാണല്ലോ ഒരാൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് മറ്റാളുകൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാത്തതിന് കാരണം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയാണോ? കുറച്ച് കഷ്ടപ്പെടണം, പിന്നെ കുറച്ച് നല്ലൊരു ക്ഷമിക്കാനുള്ളൊരു ഇത് വേണം, ഉൾക്കൊള്ളാൻ കഴിയണം. തോൽവി നമ്മൾ സമ്മതിക്കണം. ജയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് തോൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. ഞാൻ കേട്ടിട്ടില്ല കേരളത്തിൽ ആരും ഇങ്ങനെ ഇതേവരായിട്ട് ഒരു കർഷകനും പുതിയൊരു ഇനം ഉൽപ്പാദിപ്പിച്ചെടുത്ത നെല്ലിൻ്റെ കാര്യത്തിൽ. മറ്റേ ഏലം ഇതൊക്കെ ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇതെനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. നമ്മുടെ ഏത് വിത്താണെങ്കിലും കാലാവസ്ഥ വലിയൊരു ഘടകം തന്നെയാണ്. ഈ ഒരു ഗോപിക എന്ന നെൽവിത്ത് എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ്. എല്ലാ കാലാവസ്ഥയും കരനെൽ കൃഷി ചെയ്യുക, വെള്ളത്തിൽ ചെയ്യുക. പിന്നെ ഇവിടെ ആലപ്പുഴ പുന്നപ്പുറയൊക്കെ അത് വയൽ മറ്റേത് കായലിലൊക്കെ ചെയ്യുന്ന ഒരു ഷർപ്പുദി എന്ന് പറഞ്ഞൊരു സാർ അവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും ഞാനത് ടെസ്റ്റ് പറഞ്ഞ ഞാൻ തന്നെ അതൊന്ന് പരിശോധിച്ച് നോക്കിയതാണ്. എല്ലാ വിളവും പറമ്പിലും പാടത്തും വെള്ളത്തിലും അങ്ങനെ ഒരുപാട് രീതിയിൽ ഞാൻ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അപ്പം അതിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ പുന്നപ്പുറന്ന സാറെ വിളിക്കാറുണ്ട് ഞാൻ
കുഴപ്പമില്ല, നല്ല നെല്ലാണ്, നെല്ല് കായലിലൊക്കെ നന്നായിട്ട് വളരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. കാർഷിക മേഖല പ്രധാനമായും ഒരുപക്ഷെ വലിയ ലാഭങ്ങൾ സംഭവിക്കാം, അതിൽ വലിയ നഷ്ടങ്ങളും സംഭവിക്കാൻ. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചപ്പോഴാണ്? നഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പരീക്ഷണത്തിന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കുറേ ലക്ഷം എന്ന് തന്നെ പറയാം, ലക്ഷക്കണക്കിന് ഉറുപ്പിക എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. നഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും അത് തരാത്തതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ. അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല. ലാഭം നഷ്ടമൊക്കെ ഏത് കൃഷിയിലായാലും വ്യവസായത്തിലായാലും ഏത് മേഖലയിലും ഉണ്ടാകുന്നതാണ് ലാഭം നഷ്ടവും. പക്ഷേ ലാഭം നഷ്ടം നമുക്കൊരു മനസ്സിൻ്റെ സംതൃപ്തി, അതാണ് ഞാനതിൽ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു ലക്ഷ്യത്തിലെത്തുക എന്നുള്ള ഒരു കാര്യം കൂടെ. അതിനുവേണ്ടി എനിക്ക് ഒരുപാട് പിന്നെ ഉദ്യോഗസ്ഥന്മാർ, ഇതിന് ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർമാരൊക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുവിധമുള്ള ഒരു പരമാവധി 90% ആളുകളും നമുക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്ക് അവരോടൊക്കെ നന്ദിയാണ് പറയുള്ളത്. എന്തായാലും ഈ ഒരു കാർഷിക മേഖലയിൽ വന്നിട്ട് ഒരുപാട് കാലഘട്ടമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഇത്രയും കാലം ഈ കൃഷി കൊണ്ട് മാത്രമാണോ നിങ്ങളുടെ ഉപജീവന മാർഗം മുന്നോട്ട് പോയിട്ടുള്ളത്? കൃഷി കൂടെ തന്നെ എൻ്റെ ഉപജീവന മാർഗം നടന്നിട്ടുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. മക്കളെ പഠിപ്പിച്ചു, വലിയൊരു വീടെന്നല്ലെങ്കിലും ചെറിയൊരു വീട് വെച്ചു, സ്ഥലം മേടിച്ചു, ഒക്കെ ഇതിൽ നിന്ന് തന്നെയാണ്. ഈ ഒരു ഗോപിക നെൽവിത്തിൻ്റെ നടീൽ രീതി എങ്ങനെയാണ്? മറ്റ് നടീൽ രീതികളെ വെച്ച് വ്യത്യാസമുണ്ടോ മറ്റ് നെൽവിത്തുകളുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത്? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. സാധാരണ മറ്റുള്ള നെല്ലുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് ചെയ്യണത്. ഇത് പിന്നെ വിത്ത് വിതച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ 21ാമത്തെ ദിവസം പറിച്ചിട്ട് ഈ നെല്ലിനെ നമ്മൾ പെട്ടെന്ന് നടന്നു, അത്രയേ ഉള്ളൂ. അല്ല, രണ്ടാം വിള ആ സമയത്താണ് കുറച്ച് ഒരു 10 ദിവസം കുറഞ്ഞ് കിട്ടുന്നുള്ളൂ അതിൻ്റെ ഡ്യൂറേഷനെ. മറ്റുള്ളതൊക്കെ ഒരു 100, 130 ആ ദിവസങ്ങളൊക്കെ വരുന്നു. മറ്റേത് 125 ദിവസം, 120 ദിവസം കൊണ്ട് കൊയ്തെടുക്കുക. സാധാരണ നെല്ലിൻ്റെ അതേ രീതി തന്നെ, പ്രത്യേകിച്ച് അതിന് ഇതൊന്നുമില്ല. നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും അതുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ പിന്തുണ ആവശ്യമാണ്. അത് കുടുംബമാകാം, അല്ലെങ്കിൽ സൗഹൃദങ്ങളാവാം. എങ്ങനെയാണ് കുടുംബവും സുഹൃത്തുക്കളൊക്കെ നൽകുന്ന ഈ ഒരു മേഖലയിലെ പിന്തുണ? കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ്. ആദ്യമൊക്കെ അച്ഛനെ ഒരു ചെറിയ കിഴക്കുണ്ടെന്നൊക്കെ മക്കൾ പറഞ്ഞിരുന്നു. ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ കിട്ടി വെക്കുമ്പോൾ അവർക്ക് സംഗതി പിടികിട്ടി. പിന്നെ സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ കുറേ അകന്നു പോയി. നമ്മൾ ഈ കാറ്റിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയ പ്രശ്നമുണ്ട്. പിന്നെ കുറേ ആളുകൾ നമ്മളെ പരിചയിച്ചിട്ടുണ്ട്. നല്ല 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 ബന്ധങ്ങളൊക്കെ കുറേ നഷ്ടം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഒരുപാട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു ഇതില്ല. അത്രയധികം ഇപ്പോൾ സിനിമാ നടന്മാർ, ഒരുപാട് സാഹിത്യ രംഗത്തുള്ള ആളുകൾ, ഇവരൊക്കെ നമ്മൾ നല്ല ബന്ധമായി ഒരുപാട് ഇതായി. പിന്നെ എനിക്ക് ഗവർണർക്ക് ഞാൻ കത്ത് കൊടുത്തു. ഗവർണറെ നേരിട്ട് അവിടെ പോയി കാണാനുള്ള സംവിധാനം ഉണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ മുഖ്യമന്ത്രിമാരെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ നിലക്കും. അതുപോലെ എനിക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റുള്ളവർക്കൊന്നും അറിയില്ല. അതേമാതിരി വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഈ കൃഷിയിൽ താല്പര്യമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജൈവവൈവിധ്യ ബോർഡിൻ്റെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. ആ സാറ് മറ്റേ DSP റാങ്കിലുള്ള ഒരാളാണ്. അത് ഡെപ്യൂട്ടേഷനിൽ പോയിട്ടതുകൊണ്ട് അവിടെ സെക്രട്ടറി. ആ സാറൊക്കെ വളരെ എന്നും കൃഷിയോട് ഒരു അഭിനിവേശത്തോട് കൂടിയിട്ട് എനിക്ക് കർഷകൻ്റെ കടമകളും കർഷകൻ്റെ അവകാശങ്ങളും എന്താണെന്നൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാസ് തന്നെ മൂപ്പര് എടുത്ത് തന്നിട്ട് അതിൻ്റെ ഒരു പുസ്തകം തന്നിട്ടുണ്ട്. അത് വായിച്ചോട് കൂടിയിട്ട് എനിക്ക് കുറച്ചും കൂടെയൊക്കെ എവിടെ എത്താന്നുള്ള ഒരു ഇത് തോന്നിയത്. അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. എനിക്ക് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മരിച്ചാലും മറക്കില്ല എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇത് എനിക്ക് അവരോടുണ്ട്. നമ്മൾ ഏതൊരു മേഖലയിലാണെങ്കിലും അവാർഡുകളുടെയും അംഗീകാരങ്ങളുടെയും ഒക്കെ പിൻബലം വലുത് തന്നെയാണല്ലോ. ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചാൽ എന്തെല്ലാം അംഗീകാരങ്ങളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്? എനിക്ക് സാരോജിനി ദാമോദർ ഫൗണ്ടേഷൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബാങ്കുകളുടെ കിട്ടിയിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ ഓർഗനൈസേഷൻ, പിന്നെ അതൊക്കെ താലൂക്ക് തലത്തിൽ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ മൊമെൻ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതും അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാര നേട്ടത്തിലെ സന്തോഷങ്ങൾ പങ്കുവച്ചതും പുലാമന്തോൾ ആലമ്പാറ സ്വദേശി ശശിധരനാണ്. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും കാർഷിക മേഖലയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ഈ ഒരു കൃഷിക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കാർഷിക മേഖലയിലെ ജീവിതത്തിന് എല്ലാവിധ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്നൊരു ആശംസയോടുകൂടെ തന്നെ ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.